നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം പാശ്ചാത്യ ജ്യോതിഷപ്രകാരം ഓരോ രാശിക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളാണ് അറിയിച്ചുകൊണ്ടിരുന്നത്. മേടം മുതൽ കർക്കിടകം വരെയുള്ള 4 രാശിക്കാരുടെ ഫലങ്ങളെ പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ചിങ്ങം രാശിക്കാരുടെ ഫലത്തെ പറയാം. ഇന്ന് നാം പറയാൻ പോകുന്നത് രാജകീയതയുടെ പ്രതീകമായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും അഗ്നിശക്തിയായിട്ടുള്ള ചിങ്ങം രാശിയുടെ അത്ഭുത സ്വഭാവ സവിശേഷതകളാണ്. സൂര്യന്റെ തേജസ്സും സിംഹത്തിന്റെ ശക്തിയും ഒരുമിച്ച് ചേരുന്ന ഈ രാശിയുടെ രഹസ്യങ്ങൾ അതെല്ലാം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ചിങ്ങം രാശിയുടെ ഈ സ്വഭാവ സവിശേഷതകളിലേക്ക് കടക്കാം. ചിങ്ങം അഥവാ ലിയോ രാശിചക്രത്തിൽ 120 ഡിഗ്രി മുതൽ 150 ഡിഗ്രി വരെയാണ് ചിങ്ങം രാശിയുടെ സ്ഥാനം. ഇത് 5ാമത്തെ രാശിയാണ്. ഇത് സിംഹത്തിന്റെ രാശിയാണ്, അഥവാ സിംഹമാണ് ഇതിന്റെ പ്രതിരൂപം. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ് ഈ രാശിയുടെ സ്ഥാനം. അഥവാ ജൂലൈ 23നും ഓഗസ്റ്റ് 22 വരെയുള്ള ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ് ചിങ്ങം രാശിക്കാർ. പാശ്ചാത്യ ജ്യോതിഷപ്രകാരവും ഭാരതീയ ജ്യോതിഷപ്രകാരവും ഈ ഒരു കാര്യത്തിലാണ് വ്യത്യസ്തതയുള്ളത്. മറ്റെല്ലാ കാര്യങ്ങളും ഏകദേശം ശരിയായിട്ട് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്കും ഈ ഫലങ്ങളൊക്കെ സ്വഭാവത്തിൽ ഉണ്ടാകാം. ഇത് സ്ഥിരരാശിയാണ്, അഗ്നിപ്രധാനമായിട്ടുള്ള രാശിയാണ്. ഇത് ജീവശക്തി അഥവാ ലൈഫ് ഫോഴ്സിനെ പ്രതിദാനം ചെയ്യുന്ന രാശിയാണ്. ഇത് ഹൃദയത്തെയും പുറകുവശത്തെയും മുകൾ ഭാഗത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന രാശിയാണ്. ഇതിന്റെ അധിപൻ സൂര്യനാണ്. സാർഡോണിക്സ് എന്ന രത്നമാണ് ഇതിന്റെ രത്നമായി പറയുന്നത്. ഗ്ലാഡിയോലസ് എന്ന പുഷ്പമാണ് ചിങ്ങം രാശിയുടെ പുഷ്പമായി പറയുന്നത്. ഇത് 5ാമത്തെ രാശിയായതുകൊണ്ട് തന്നെ വർഷത്തിന്റെ 2ാം മധ്യകാലഘട്ടത്തിന്റെ ഭാഗത്തെ അഥവാ മധ്യത്തെ വിളിച്ചോതുന്നു. ഇത് വർണ്ണാത്മകവും നിർലോഭം ധനം ചൊരിയുന്നതുമാണ്. സൂര്യൻ തന്റെ താപം ഭൂമിയിലേക്ക് ചൊരിയുന്നു. ഈ രാശി കൗമാരത്തെ അഥവാ ടീനേജർമാരെ സൂചിപ്പിക്കുന്നു. നിയതമായി ചിന്തിക്കുമ്പോൾ ഈ രാശി ആത്മവിശ്വാസം നൽകുന്നതും മൂത്ത സഹോദര ഭാവം അഥവാ ബിഗ് ബ്രദർ സ്ഥാനം നിലനിർത്തുന്നതും പുറത്തേക്ക് പ്രവഹിക്കുന്നതും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പെട്ടെന്ന് പ്രതികരിക്കുന്നതുമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ വിശാലതയുള്ളതും ഒരിക്കലും പരാജയം സമ്മതിക്കാത്തതുമാണ്. ഈ രാശിക്കാർ അഭിമാനം ഒരിക്കലും കൈവിടുകയില്ല. നിഷേധാത്മക രൂപത്തിൽ ചിന്തിച്ചാൽ ഈ രാശിക്കാർ തൻ പ്രമാണിത്വമുള്ളവരും ഈഗോയിസ്റ്റിക്കൽ എന്ന് നമുക്ക് പറയാം. സ്വാർത്ഥ ബുദ്ധിയുള്ളവരും സ്വകേന്ദ്രീകൃത ഉള്ളവരും അഹംബുദ്ധിഭരിതരായവരും സ്വന്തം പ്രേരണകളെ മാത്രം കേന്ദ്രീകരിച്ചവരും മറ്റുള്ളവരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരുമായിരിക്കാം. മറ്റുള്ളവരുടെ വ്യക്തിത്വം അംഗീകരിക്കാത്തവരും അങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാകുന്നവരും എന്ത് വേഷം അഭിനയിക്കാനും ഇവർ തയ്യാറായേക്കാം. മുകളിൽ പറഞ്ഞ പ്രകാരങ്ങളെല്ലാം ചിന്തിച്ചാൽ തന്നെയും ഈ രാശിക്കാർ ഒരിക്കലും ആശ കൈവിടാത്തവരാണ്. തന്റെ ശോഭ നിലനിർത്താൻ ശ്രമിക്കുന്നവരുമാണ്. ഒരിക്കൽ ഒരു വ്യക്തിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ കാര്യങ്ങൾ എത്ര അന്ധകാരത്തിലാണെങ്കിൽ പോലും ഇവർ ഒരിക്കലും പിന്മാറുകയില്ല. ഈ രാശിക്കാർ നിയത രൂപത്തിലോ നിഷേധാത്മക രൂപത്തിലോ ആയിത്തീരുന്നത് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ദൃഢനിശ്ചയം മൂലമാണ്. ഇനി ചിങ്ങൻ രാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ സ്വഭാവ സവിശേഷതകൾ വിശേഷമായി ഒന്ന് പറയാം. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 ജനിച്ച പുരുഷന്മാർ. ഇതൊരു രാജകീയ രാശിയാണ്. ഈ രാശിക്കാർ തങ്ങൾ ഭരിക്കാൻ ദൈവത്താൽ വിധിക്കപ്പെട്ടവരാണ് എന്ന ചിന്താഗതിയുള്ളവരായിരിക്കും. ഒരു ശരാശരി ചിങ്ങം രാശിക്കാർ തങ്ങളുടെ ഹൃദയ നൈർമല്യം മൂലം തന്റെ കുടുംബങ്ങളുമായി ഇണങ്ങിപ്പോകും. ഒരർത്ഥത്തിൽ അവർ കുടുംബസ്ഥരാണ് എന്ന് പറയാം. എന്നാൽ ആ രാശിക്കാർ തങ്ങളുടെ കുടുംബവൃത്തത്തിന്റെ കേന്ദ്രം തങ്ങളാണ് എന്ന് ശഠിക്കും. തന്റെ കുടുംബം തനിക്ക് ചുറ്റും കറങ്ങണമെന്ന് ഇവർ നിർബന്ധം പിടിക്കും. സമൂഹത്തിൽ എത്ര താഴ്ന്ന നിലയിലുള്ളവരാണ് എങ്കിലും ഈ രാശിക്കാർ തങ്ങളുടെ രാജസസിലെ രാജാവായി സ്വയം അവരോധിക്കും. തന്റെ സ്ഥാനം പുറത്തെ ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എങ്കിൽ തന്റെ ചെറു കുടുംബത്തിൽ ഒരു സ്വേച്ഛാധികാരിയായി പ്രവർത്തിക്കും. തനിക്കെല്ലാം ചെയ്തു കിട്ടാൻ ഇവർ ആഗ്രഹിക്കും. മടികൊണ്ടല്ല, തനിക്ക് ഭരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള തോന്നലും ഈ മനോഭാവത്തിന് കാരണമാകും. താൻ പ്രധാനിയാണ് എന്നുള്ള തോന്നലാണ് ഇവർക്കുള്ളത്. എന്നാൽ ഇവർക്ക് മറ്റുള്ളവരോട് പകയുണ്ടായിരിക്കുകയില്ല. ഒരുതരം വിശാല മനോഭാവം ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും. ഈ രാശിക്ക് പ്രഭുത്വമുണ്ട്. ഈ രാശിക്കാർക്ക് വിശ്വസനീയത, ഹൃദയവിശാലത തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഭാര്യമാർക്ക് ഉറപ്പായും ഹൃദയസ്ഥൈര്യം ലഭിക്കും. ഇനി ചിങ്ങം രാശിയിൽ ജനിച്ച സ്ത്രീകൾ അഥവാ വനിതകൾ, ഭാര്യമാർ എന്നിവരെ നമുക്കൊന്ന് പരിശോധിക്കാം. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 ജനിച്ച സ്ത്രീകൾ. ചിങ്ങം രാശി ഒരു രാജകീയ രാശിയാണ്. ഭരിക്കാനുള്ള അവകാശം ഇവർക്ക് ദൈവികമായി കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇവരുടെ ചിന്താഗതി. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരുടെ ഭർത്താക്കന്മാർ പൊതു നന്മയ്ക്കായി തങ്ങളുടെ ഭാര്യമാർ ദൈവദത്തമായിട്ടുള്ള
അവകാശങ്ങളെ ഉപയോഗിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ രാശിക്കാർ പൊതുവെ ഉയർന്ന ചിന്താഗതിയുള്ളവരാണ്. ഇവർ വിശാല മനസ്കരാണ്. ഇവരുടെ സ്വഭാവത്തിൽ ധാരാളിത്തം കണ്ടേക്കാം. ഇവർക്ക് ഭരണപരമായി നല്ല കഴിവുകൾ ഉണ്ടാകാം. ഇവർ എവിടെയും നായകത്വം നേടിയെടുക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ വീടിനകത്ത് ഒതുങ്ങണമെന്നില്ല. ഇവർ സ്നേഹിക്കുന്നവരോട് എല്ലായ്പ്പോഴും കൂറുള്ളവരായിരിക്കും. ഇവരെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരോട് ഇവർ അതേ രീതിയിൽ പെരുമാറും. ഇവരുടെ അഭിമാനം വ്രണപ്പെടുത്താതെ പെരുമാറാനും ഇവരുടെ ഭർത്താക്കന്മാർ തയ്യാറാകണം. ഇനി നമുക്ക് വീഡിയോയുടെ ചുരുക്കെഴുത്തിലേക്ക് കടക്കാം. ചിങ്ങൻ രാശിയുടെ ആത്മവിശ്വാസവും രാജകീയതയും. ചിങ്ങൻ രാശിയുടെ ആത്മവിശ്വാസവും രാജകീയതയും നിറഞ്ഞ ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ഇത്തരത്തിൽ ആഴത്തിലുള്ള ജ്യോതിഷ അറിവുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വിശേഷപ്പെട്ട വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.